സാർ നമസ്കാരം, ഞാൻ ധന്യ. നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, സേഫ്റ്റി വിത്ത് കൃഷി കാഴ്ചകൾ എന്നാണ്. അപ്പോൾ അതിവിടെ ഫ്രീ ആയിട്ട് നമ്മൾ കുറേ കോഴ്സുകൾ സാധാരണക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെയാണത്? ഓക്കെ, വെൽക്കം. ഇത് RCT എന്ന് പറയും, റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇന്ത്യയിലുള്ള എല്ലാ ജില്ലകളിലും ഇതുപോലെ ഓരോ സ്ഥാപനമുണ്ട്. ഏകദേശം 610ഓളം സ്ഥാപനമുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും 14 സ്ഥാപനങ്ങളുണ്ട്. ഓരോ സ്ഥാപനം നടത്തുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പ്രത്യേകിച്ച് ബാങ്കുകാരാണ്. ഇപ്പോൾ നമ്മളെ മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ ഒക്കെ നടത്തുന്നതൊക്കെ കാനറ ബാങ്കാണ്. മറ്റു ജില്ലയിൽ സ്റ്റേറ്റ് ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ നടത്തുന്നത് കാനറ ബാങ്കും, അതുപോലെ തന്നെ ഒരു ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്, ധർമ്മസ്ഥല. അത് മംഗലാപുരത്തുള്ളതാണ്. റൂട്ട് സെറ്റ് എന്ന് പറയും. ഇത് രണ്ടും ഒരേപോലത്തെ സ്ഥാപനമാണ്. ഏകദേശം ഇന്ത്യയിലെ എല്ലാ ജില്ലകളും ഇതുപോലെ ഒരു സ്ഥാപനമുണ്ട്. വണ്ടൂരിലുള്ള ഈ സ്ഥാപനം 1992 ആരംഭിച്ചിട്ടുള്ളത്. 92 മുതൽ 92 ഏപ്രിൽ മുതലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. നാളെ ഇതുവരെ ആയിട്ട് നമ്മൾ വയറിങ്, മൊബൈൽ ഫോൺ റിപ്പയറിങ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, CCTV സർവീസിങ്, അതുപോലെ തന്നെ ടൈലറിങ്, ഫാഷൻ ഡിസൈനിങ്, ബ്യൂട്ടീഷ്യൻ, 2 വീലർ മെക്കാനിക്ക്, അതേപോലെ തന്നെ ഗ്രാഫ്റ്റിംഗ് ആൻഡ് വെഡിങ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് പ്രോസസ്സിങ്, അതുപോലെ തന്നെ ബ്രൈഡൽ മേക്കപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുക? ഫണ്ട് എങ്ങനെയാണ്? ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ കേന്ദ്ര ഗ്രാമ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ, MOAD മിനിസ്റ്റർ ഓഫ് ഡെവലപ്മെന്റ് കീഴിലാണ് ഇത് നടത്തുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ എല്ലാ ഫണ്ടുകളും വഹിക്കുന്നത്. മോണിറ്ററിംഗ് ചെയ്യുന്നത് ഓരോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രത്യേകിച്ച് ബാങ്ക് ഒക്കെ ഉള്ളത്. ഇത് കാനറ ബാങ്കിന്റെ മോണിറ്ററിംഗിലുള്ള സ്ഥാപനമാണ്. അപ്പൊ ഇതിലേക്ക് നമ്മൾക്കിപ്പോ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ആരെ കോൺടാക്ട് ചെയ്യണം? ഈ കോഴ്സിൽ നമ്മൾ ആകെയുള്ള ഒരു മാനദണ്ഡം 18 വയസ്സാവുക എന്നുള്ളത്. 18 വയസ്സിനും 49 വയസ്സിനും ഇടയ്ക്കുള്ള ആൾക്കാരാണ് ഇതിന്റെ അപ്ലിക്കന്റ് വരിക. അവർ എങ്ങനെയെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അറിയിച്ചാൽ മതി. ഒന്നെങ്കിൽ ഞങ്ങളുടെ ഫോൺ നമ്പർ ഉണ്ട്, അതിൽ അറിയിക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഔദ്യോഗിക ഫോൺ നമ്പർ ഉണ്ട്, അതിൽ അറിയിക്കുക. അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി തന്നാൽ ആ ടൈം ആകുമ്പോൾ നമ്മൾ അവർ വിളിക്കും. ഓരോ ബാച്ചിങ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓരോ ബാച്ചും ചെറിയ ഡ്യൂറേഷനേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ CCTV ആണെങ്കിൽ അത് 12 ദിവസത്തെ പ്രോഗ്രാമാണ്. ഫാസ്റ്റ് ഫുഡ് 12 ദിവസത്തെ പ്രോഗ്രാമാണ്. ബ്യൂട്ടീഷ്യൻ 35 ദിവസത്തെ പ്രോഗ്രാമാണ്. ടൈലറിങ് 30 ദിവസത്തെ പ്രോഗ്രാമാണ്. ഇങ്ങനെ ഓരോന്നും ചെറിയ ഡ്യൂറേഷനേ ഉള്ളൂ. അപ്പോൾ അതിൽ രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത്. അപ്പോൾ അവരുടെ അഭിരുചിക്കനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് അവർ ആ ഒരു ഏരിയയിൽ അവർക്കൊരു സംരംഭം ആരംഭിക്കാൻ പറ്റാവുന്ന രൂപത്തിലുള്ള അവരുടെ പ്ലാനിങ് അനുസരിച്ചാണ് ഈ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകിച്ചും അതിന് വേണ്ട തിയറി ഉണ്ടാവും, പ്രാക്ടിക്കൽ ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ സ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ഉണ്ടാവും. അതിൻ്റെ പുറമെ ഇവരെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ബിസിനസ്, മാർക്കറ്റിംഗ്, അതേപോലെ തന്നെ ബാങ്കിങ്, അതുപോലെ തന്നെ ഗവൺമെൻറ് സപ്പോർട്ട് സ്കീംസുകളൊക്കെ ഇവരെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിന് മിനിമം ഓരോരുത്തർക്കും അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഇവിടെ വരുന്ന ഓരോ അപേക്ഷകരാണ്. ഗ്രൂപ്പായി തന്നാലും നമുക്കത് സ്വീകരിക്കും, ഒറ്റക്കാരും സ്വീകരിക്കും. ആർക്കും ഇൻഡിവിജ്വൽസിന് വരാം. അതിൽ പ്രത്യേകിച്ച് ഇന്ന സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാവണമെന്നില്ല. നമ്മൾ മിനിമം യോഗ്യത 18 വയസ്സാവുക. 49 വയസ്സ് മീൻസ് 50 വയസ്സാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാവർക്കും ഇതിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. പക്ഷെ ഒരാൾക്ക് ഒരു ചാൻസേ ഉള്ളൂ, ഒറ്റ ചാൻസ്. ഒരു കോഴ്സേ പഠിക്കാൻ പറ്റുള്ളൂ. അത് കംപ്ലീറ്റ് ഫ്രീ. അത് ഇപ്പം എല്ലാ RCTകളിലും ആയിട്ട് വന്നു. ഇപ്പോൾ ഒരാൾ വണ്ടൂർ, മലപ്പുറം ജില്ലയിലെ RCTയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആൾക്ക് തൃശ്ശൂർ പോകാൻ പറ്റില്ല. ഒറ്റ ചാൻസേ ഉള്ളൂ. അത് എവിടെ പോയിട്ടും പഠിക്കാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഡേ സ്കോളർ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് പോയി വരുന്നവർക്ക് പോയി വരാം. താമസ സൗകര്യം ഇവിടെ ഉണ്ട്, ഹോസ്റ്റൽ സൗകര്യം ഉണ്ട്. പോയി വരുന്നവർക്കും താമസക്കാർക്കും എല്ലാ തരത്തിലുള്ള ഫുഡുകൾ, രാവിലത്തെ ചായ, ഉച്ചക്ക് ഊണ്, രാത്രി ഹോസ്റ്റൽ സൗകര്യങ്ങൾ, യൂണിഫോം, പേപ്പർ എല്ലാം ഫ്രീയാണ്. ഒരു ട്രെയിനിങ് മെറ്റീരിയൽസ് എല്ലാം ഫ്രീയാണ്. ഒന്നും കൊണ്ടുവരേണ്ടതില്ല. ഷെഡ്യൂള് തയ്യാറാക്കി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലുള്ള എല്ലാ ജില്ലകളിലും നടത്തുന്ന ഒരേ സിലബസാണ്. അതുകൊണ്ട് നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്, നല്ല പ്രോഗ്രാമാണ്. ആളുകൾക്ക് എത്തിക്കുക. നമ്മളെ ട്രെയിനിങ് കഴിഞ്ഞു പോയ ആൾക്കാർ തന്നെയാണ് നമ്മളെ കാര്യമായിട്ടുള്ള നമ്മളെ മെസ്സഞ്ചേഴ്സ്. അവർ തന്നെയാണ് ആളുകൾ നമ്മൾ എത്തിക്കുന്നത്. നമ്മളെ അംബാസിഡേഴ്സ് അവർ തന്നെയാണ്. കേരളത്തിലെ ആദ്യത്തെ സ്ഥാപനം ഇതാണ്. 90-ലാണ് ഇതിന്റെ സ്ഥലങ്ങളൊക്കെ ആയതും. 92 ഏപ്രിൽ മുതലാണ് സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ പേര് സുബ്രാവ് പൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന നിലക്കാണ് ആദ്യം ഇതിലുണ്ടായിരുന്നത്. ഇപ്പോൾ എല്ലാ RCTകളുടെയും എല്ലാ ജില്ലകളിലും RCT വന്നപ്പം RCT എന്നായിട്ടുണ്ട്. RCT ആണ് അറിയപ്പെടുന്നത്. റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നമ്മളിൽ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ വ്യക്തമായൊരു ധാരണയൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഇപ്പൊ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ സാധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. എല്ലാവരും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓരോ ചാൻസ് മാത്രമേ നമുക്കുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട്
കൃത്യമായിട്ട് അത് നമ്മളുടെ അഭിരുചി ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുക. പുറത്തു പോയി പഠിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാശ് വരും. അക്കോമഡേഷൻ ആണെങ്കിലും അതൊന്നും എത്രത്തോളം നമുക്കത് സേഫ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ 100% സേഫ് ആണ്. മാഡം നമ്മളെ ആർസിറ്റിന്റെ ഫാക്കൽറ്റിയാണ്. കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും പോയി ക്ലാസ് എടുക്കാറുണ്ട്. മലപ്പുറം ജില്ലയിൽ മാത്രമൊന്നുമല്ല, അതുപോലെ തന്നെ അസസറാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പരിശീലനം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് പിന്നെ സ്വന്തമായിട്ട് സംരംഭം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് വെച്ചാൽ അതിലുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കുക. പ്രത്യേകിച്ച് 2 വർഷം വരെ ഇവർക്കൊരു ഫോളോ അപ്പ് സർവീസ് ഉണ്ട്, എസ്കോർട്ട് സർവീസ് ഉണ്ട്. ഇവരെന്തൊക്കെ ചെയ്യുന്നുള്ളത് ഈ ക്ലാസ്സിൽ തന്നെ ഈ ഒരു സ്കില്ല് മാത്രമല്ല കൊടുക്കുന്നത്, അവർക്കൊരു EDP എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഒരു പ്രോഗ്രാം ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് സംരംഭകത്വ പരിശീലനം. അതായത് അതിൽ ഒരു ബിസിനസ് ആരംഭിക്കണം എന്നുണ്ടെങ്കിൽ സ്കില്ല് മാത്രം പോരാ, ആളുകളുമായി അത് പിന്നെ ആളുകളുടെ ഇടയിലേക്ക് അത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്കുള്ള കഴിവുകൾ വേണം. പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ, അതുപോലെ തന്നെ എന്താ പറയുക പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണം. അതുപോലെ തന്നെ പിന്നെ അവർക്ക് അത്യാവശ്യം അക്കൗണ്ടിങ് ഒക്കെ ചെയ്യാൻ പറ്റണം, ബാങ്കിങ് അറിയണം, ഗവൺമെന്റിന്റെ ഇതര സപ്പോർട്ടുകളെ കുറിച്ച് അവർക്ക് അറിയണം, ഫിനാൻഷ്യൽ പിന്നെ അതിൻ്റെ ഉള്ള ക്ലാസ്സുകളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട്. ദൂരത്തുള്ള ആൾക്കാരുള്ളതിൽ പട്ടാമ്പിയിലുണ്ട്, പാലക്കാട് ജില്ല അല്ലേ. ഒരു ബാച്ചിൽ മിനിമം എത്ര പേരാകുമ്പോഴാണ് നമ്മുടെ ക്ലാസ്? 35 ആൾക്കാർ. ഇനി കുറച്ച് കുറഞ്ഞാലും നമ്മൾ ചെയ്യും, പക്ഷെ 35 ആൾക്കാർ ആവാറുണ്ട്. എല്ലാ മാസവും ഇങ്ങനെ നമുക്ക് എൻക്വയറി വരാറുണ്ട്. നമ്മൾ ബാച്ചിന് ആൾക്കാരാകുമ്പോൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കും. ഇവർക്കുള്ള ട്രെയിനിങ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫുഡ്, ഹോസ്റ്റൽ സൗകര്യങ്ങൾ എല്ലാം ഫ്രീയാ. ഈവൻ ഒരു പെന്ന് പോലും കൊണ്ടുവരേണ്ടവര്. പുസ്തകം തന്നിട്ടില്ലേ, ഇനി റെക്കോർഡ് കൊടുക്കും, എല്ലാം ഫ്രീയാ. അവർ ഇരുന്ന് പഠിച്ചാൽ മതി. രാവിലെ വന്നാൽ തന്നെ നല്ലൊരു ചായ ഒക്കെ തരും അല്ലേ, ഉച്ചക്ക് നല്ലൊരു സദ്യ തരും, വൈകുന്നേരം ചായ തരും, രാത്രി ഫുഡ് ഉണ്ട് ഇവർക്ക്. എല്ലാം നല്ല ക്യാമ്പസ് അല്ലേ, ഒരു ചെലവുമില്ല. നന്നായിട്ട് പഠിച്ചാൽ മതി, സ്വസ്ഥമായിട്ട് ഇരുന്ന് പഠിച്ചാൽ നല്ല അന്തരീക്ഷ. CCTV സർവീസിങ് ഇപ്പോഴത്തെ ഏറ്റവും ചുരുങ്ങിയ ചെറിയ ചെലവില് എന്നാൽ വലിയൊരു സംരംഭം ആരംഭിക്കാൻ പറ്റാവുന്ന ചെറിയ ടെക്നോളജി പഠിച്ചാൽ മതി. പക്ഷെ ഇതിന്റെ യൂസിങ് ഏരിയ വളരെ വൈഡാ. CCTV ഇൻസ്റ്റലേഷൻ സർവീസിങ്, അതിന്റെ ഫിറ്റിങ്, അതുപോലെ തന്നെ അതിന്റെ റിപ്പയറിങ്ങും സർവീസിങ്ങും. കാരണം ഇപ്പൊ നമുക്ക് എല്ലാ ബിൽഡിങ്ങിലും ഇത് അത്യാവശ്യമാണ്, CCTV അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഏരിയ നമ്മൾ കണക്കാക്കാൻ പറ്റാവുന്ന അത്രയും അപ്പുറമാണ്. കാരണം ചെറുതായിട്ട് വേണമെങ്കിൽ ചെറിയ ചെറിയ വീടുകൾക്ക് CCTV ക്യാമറ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയും ഇങ്ങനെ ചെറുതായിട്ടും കഴിഞ്ഞുകൂടാം. എന്നാൽ കുഴപ്പമില്ലാതെ വലിയ വലിയ ഹോസ്പിറ്റലോ അതുപോലെ തന്നെ വലിയ സ്ഥാപനങ്ങളൊക്കെ എത്രത്തോളം വലുതായി നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം വലിയൊരു കോൺട്രാക്ടേഴ്സായി മാറാൻ പറ്റാവുന്ന ഒരു ഫീൽഡാണ് ശരിക്കും ഇത്. നമ്മൾ 13 ദിവസത്തെ കോഴ്സാണ്. 35 ആൾക്കാരാണ് ഈ ബാച്ചിലുള്ളത്. സാറ് അജിത് സാറാണ്. അജിത് സാറ് നമ്മളെ പിന്നെ ആർസിറ്റിന്റെ ഫാക്കൽറ്റിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പോയി സാർ ക്ലാസ് എടുക്കാറുണ്ട്. പുറമെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ഒരു ഇത് കൂടിയുണ്ട്. മാഡം നമ്മളെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പിന്നെ നമ്മളെ കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ആൾക്കാർ വരാറുണ്ട്. മാത്രമല്ല ഇവിടുന്ന് മാത്രമല്ല, ലക്ഷദ്വീപിൽ നിന്ന് പോലും വരാറുണ്ട്. പല ബാച്ചിനും ലക്ഷദ്വീപിൽ നിന്ന് ആൾക്കാരുണ്ട്, കഴിഞ്ഞ ബാച്ചിലൊക്കെ ഉണ്ട്. ഒരാളെ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിരുന്നാലും ഈ ഫ്രീ സർവീസ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് വരാനൊരു കുറച്ച് ചെറിയൊരു പ്രയാസമുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടുത്തെ അവസ്ഥ അല്ലേ? ഫുഡൊക്കെ അല്ലേ? ഈ പറഞ്ഞൊക്കെ സത്യമാണോ? കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ ഒത്തിരി ചാൻസ് കിട്ടി. ഇവിടെ നിൽക്കുന്നതിൽ മിക്കവാറും ഭൂരിപക്ഷം ചെറുപ്പക്കാരാണ്. അതായത് 18 കഴിഞ്ഞ് 25-30 ഉള്ളിൽ നിൽക്കുന്നത്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതും. ഞാൻ പറഞ്ഞത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ചെയ്തെന്ന് കാണണം. CCTV ഞാൻ വയറിങ് വിത്ത് ഇൻവെർട്ടർ ചെയ്യുന്ന ആളാണ്. ഇതിന്റെ പ്രയോജനം ചിലപ്പോൾ ഞാൻ ഇന്ന നാളെ സാറോട് ചോദിച്ചത് എവിടെ നിന്ന് കിട്ടുന്നു, വീട്ടിൽ തന്നെ കൊണ്ടുപോയി വെച്ച് ഞാൻ ചെയ്യും. എൻ്റെ വീട്ടിൽ ഇനി വേറെ ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യമില്ല. ഇവർക്കൊക്കെ ഏറ്റവും നല്ല ഉപകാരം ഈ CCTV. അതിന് പ്രത്യേകമായിട്ട് സാറിനോടും ഈ സ്ഥാപനത്തിനോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. 15 ദിവസത്തെ കോഴ്സാണ്. ഇപ്പൊ 5 ദിവസമായി. അതിലൊരു ദിവസം എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇവിടെ സാറ് അതിന്റെ പ്രാക്ടിക്കൽ തിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും സന്തോഷം. എല്ലാം ഫ്രീ ആണ്. എല്ലാം അവിടെ താമസിക്കാനുള്ള സൗകര്യം വരെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് പിള്ളേർ ഇവിടെ താമസിക്കുന്നുണ്ട്, ഒരു 6-7 പേര്. അതിനുള്ള അവർക്ക് രാത്രി ഇവിടെ ക്യാരംസ് കളിക്കാനുണ്ടെങ്കിൽ അതുണ്ട്. പിന്നെ ഇച്ചിരി നിയമ നടപടികൾ, അത് സ്വാഭാവികമാണല്ലോ. അതവർ സന്തോഷം. എല്ലാം ശരിയാവില്ല, ചെയ്യുന്നുണ്ട്. 6:30 അതിന്റെ കോമ്പൗണ്ടിനുള്ളിൽ കയറണം. പിന്നെ പെർമിഷൻ പുറത്ത് പോകണമെങ്കിൽ പെർമിഷൻ വേണം. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സാറ് തമാശക്കാരനാണ്, സരസനാണ്. നല്ല രീതിയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കാര്യങ്ങൾ. സാറ് പറഞ്ഞെന്താ വെച്ചാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പഠിപ്പുള്ള ഡോക്ടർമാരെ ഏറ്റവും പഠിപ്പില്ലാത്ത മുതലാളിമാർ നയിക്കണമെന്നാണ് പറഞ്ഞത്. അല്ല ഹോസ്പിറ്റൽ സ്ഥാപനങ്ങൾക്ക് അത് ഞങ്ങൾക്ക് പ്രചോദനമാണ്. കാരണം പഠിച്ച ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഈ പഠിത്തം ഇല്ലാത്ത ആൾക്കാരുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. കാരണം അവരങ്ങനെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുവൈത്തിലുള്ള നമ്മുടെ ഗൾഫിലുള്ള എല്ലാവർക്കും ഒരാളെ പരിചയപ്പെടാം. MA യൂസഫ് അലി സാർ. MA യൂസഫ് അലി സാറിന്റെ കീഴിൽ എത്ര എത്ര പഠിത്തമുള്ള ആൾക്കാരാ. അതാണ് പുള്ളി പറഞ്ഞത്. അതേമാതിരി വിദ്യാഭ്യാസം നോക്കണ്ട, നിങ്ങളുടെ ഈ ലൈഫ് രക്ഷപ്പെടാൻ ഒരു മാർഗമാക്കി എടുക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും പറഞ്ഞു, എൻ്റെ ഒപ്പമുള്ള
ചെറുപ്പക്കാരായവരോട് ഈ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കിട്ടിയാൽ ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ ഏറ്റവും നല്ല മാർഗം. ഓക്കെ, ഈ ഉള്ള അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക.